യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വിളിക്കണ്ട. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ബാക്ക് ടു റീഡിങ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ പലരും ചോദിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നില്ലല്ലോ എന്ന്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ബാക്ക് ടു റീഡിങ്. അപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ, ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെയാണ്. അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഇത് കാണുന്നതെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സന്റെ ആ ഒരു ദേഷ്യത്തിന്റെ തീവ്രത വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതായത് വളരെ ആങ്കർ ഇഷ്യൂസ് അല്ലെങ്കിൽ വളരെ ദേഷ്യം തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്വഭാവ രീതികൾ ഈ പേഴ്സൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പേഴ്സൺ കുറച്ചതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി അത് മാറ്റി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അത് മാറ്റി വെക്കണം എന്നുള്ള ലെവലിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറയ്ക്കണം എന്നുള്ള ലെവലിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പേഴ്സൺ കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മേ ബി ഈ പേഴ്സൺ അത് കാണിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഈഗോന്റെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു അഹങ്കാര പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സൺ കാണിക്കുന്നില്ലായിരിക്കാം. ഓക്കെ, എനിക്കിതൊന്നും വിഷയമല്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ തെറ്റുകൾക്ക് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അത് പശ്ചാത്തപിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സണെ പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റാരൊക്കെയോ ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സ്വന്തം അച്ഛനമ്മയും തന്നെ ആയിരിക്കാം. ആരാണെന്ന് അറിയില്ല, മേ ബി അത് നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റുന്നുണ്ടാകാം. അപ്പോൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനും ഇതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ വളരെ നല്ല രീതിയിൽ മറ്റാരോടൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒരു റിയൂണിയൻ സംഭവിച്ചാൽ മതി എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു മിറാക്കിൾ, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം, അല്ലെങ്കിൽ അത്ഭുതം ഇവിടെ പ്രവർത്തിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നിയിട്ട് ഓക്കെ ആ പേഴ്സണോടൊന്നും മിണ്ടിയേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോയി മെസ്സേജ് ചെയ്യാനോ കോള് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൈ തട്ടിയിട്ടായാലും, നമ്മൾ അറിയാണ്ട് കൈ തട്ടിയിട്ട് കോള് പോവില്ലേ, മെസ്സേജ് പോവില്ലേ, അതുപോലെ കൈ തട്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ കോള് ഈ വ്യക്തിക്ക് കിട്ടണേ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അങ്ങനെയെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അറിയാതെ കോള് പോയിട്ട് ഓക്കെ ഞാൻ അറിയാണ്ട് വിളിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടം തൊട്ടിട്ട് ഒരു കോൺവെർസേഷൻ എങ്ങനെയെങ്കിലും, അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും നിങ്ങളായിട്ടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്നും കരുതിയിട്ട് ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ പോയി ഈ പേഴ്സണ് മെസ്സേജ് ചെയ്യരുത്. ബിക്കോസ് അത് നിങ്ങളുടെ ആ ഒരു വില നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. അപ്പോൾ ആ ഒരു ആങ്കർ ഇഷ്യൂസ്
പ്രകാരമുള്ള അല്ലെങ്കിൽ ആ ഒരു ദേഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ കുറച്ചിട്ട് നല്ല രീതിയിൽ കുറച്ചിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ട് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടാകാം. നമുക്ക് ഡോർ ടു സ്പിരിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ റെസ്റ്റ് ആൻഡ് റെജുവനേഷൻ എന്ന് പറയുന്ന കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഈ പേഴ്സൺ മേ ബി ആ ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ മേ ബി യൂട്യൂബിൽ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ സ്വയം ഹീല് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉറക്കം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉറക്കമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഈ പേഴ്സൺ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ശരീരം വീണ്ടും പുഷ്ടിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഉറക്കമില്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിലേക്ക് വരിക. ഓക്കെ, നല്ല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളിലേക്ക് വരിക. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രണയബന്ധത്തിലാണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നല്ല രീതിയിൽ മടി കാണിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആകാനും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാനും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൺ മേ ബി അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണെങ്കിലും ചിലപ്പോൾ തല്ലുപിടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ വാക്ക് തർക്കമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. സോ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതായത് ഇപ്പോൾ എന്താ പറയാ, ഇപ്പൊ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് അവർക്ക് നീതി നേടിക്കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ പേഴ്സൺ ഇപ്പൊ പോകുന്നില്ല. ഈ പേഴ്സൺ ഇപ്പൊ വിചാരിക്കുന്നത് ആദ്യം സ്വന്തം കാര്യങ്ങൾ സോൾവ് ആകട്ടെ, അതിനുശേഷം വേറെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടും നോക്കാം. ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് ദ തിങ്കിങ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ എനർജി വെച്ചിട്ട് നോക്കിയിട്ടാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് മനസ്സ് കീറി മുറിച്ച് കളയുന്ന തരത്തിലുള്ള വേദനകൾ ഈ പേഴ്സണ് വരുന്നുണ്ട്. അത് കൂടുതലും നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ടുള്ള ആ ഒരു ബോധവൽക്കരണമാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, എത്ര മനോഹരമായിട്ടുള്ള പ്രണയബന്ധമായിരുന്നു, അത് എത്ര മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു, ഞാനാണ് ഇതെല്ലാം നശിപ്പിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, ഞാൻ തന്നെയാണ് എപ്പോഴും ഈ പേഴ്സന്റെ അടുത്ത് തല്ല് പിടിക്കാൻ വന്നിരുന്നത് എന്നുള്ള ലെവലിലേക്ക് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അതുപോലെ ഈ പേഴ്സണെ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഗൈഡൻസ് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. മേ ബി ഈ പേഴ്സൺ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള അറിവുകളിലേക്ക് ഈ പേഴ്സൺ ഇറങ്ങിച്ചെല്ലാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ തെറ്റുകളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ക്ഷമാപണം പറയാൻ, അതായത് സോറി പറയാൻ ഈ പേഴ്സൺ ആയിട്ടില്ല. ബിക്കോസ് ഈ പേഴ്സൺ അതിനുള്ള ധൈര്യമായിട്ടില്ല. നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ ഫ്രണ്ട്സ് ചിലപ്പോൾ ഈ പേഴ്സണെ ചീത്ത വിളിക്കോ, നിങ്ങളും ഈ പേഴ്സണെ കുറ്റപ്പെടുത്തോ, അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജെങ്കിലും ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും ഈ പേഴ്സൺ ഒരു പേടിയോടുകൂടി ചിന്തിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലാണ് കാണിക്കുന്നത്. എനിവേ ഈ പേഴ്സൺ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് പറയാം.
അതുപോലെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അത് തെറ്റ് തന്നെയാണ്. കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല, നീയാണ് തെറ്റുകൾ ചെയ്തത്, നീ എന്നോട് സോറി പറയണം എന്നുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ബിക്കോസ് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ കറക്റ്റ് ചെയ്യണം, ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ള ആ ഒരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ആ ഒരു സ്വയമായിട്ടുള്ള ആ ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ബട്ട് ആ ഒരു സോറി പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തെറ്റുകൾ ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം, അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടില്ല. അപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ താനെ വന്ന് ഈ പേഴ്സന്റെ അടുത്ത് മിണ്ടോന്നാണ്. പക്ഷെ അങ്ങനെ മിണ്ടരുത്. ബിക്കോസ് ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാൽ മാത്രമേ ഈ പേഴ്സൺ ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അതർവൈസ് ഈ പേഴ്സൺ എന്നും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് എന്നും നന്നാവുന്നത് പോലെയല്ല, ഈ പ്രാവശ്യത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മേ ബി വേറെ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ കുറിച്ചിട്ട്, ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ട്. സോ ഈ പേഴ്സൺ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര ഈഗോ പ്രശ്നമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ തുറന്ന് സംസാരിക്കാനോ നിൽക്കത്തില്ല. എല്ലാം മനസ്സിലൊതുക്കി ഞാനാണ് ശരി, അവളാണ് തെറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ഈ പേഴ്സണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അത്ര സന്തോഷത്തിലൊന്നുമല്ല, വിഷമിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.